ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന പുലരിയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ സുവിശേഷ ഭാഗങ്ങളിൽ കർത്താവ് എങ്ങനെയാണ് പൗരോഹിത്യത്തെ തിരഞ്ഞെടുക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, തന്നെ അനുഗമിക്കുന്ന അനേകം ജനങ്ങളിൽ നിന്ന് തൻ്റെ കൂടെ ആയിരിക്കുവാനും സുവിശേഷം അറിയിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും തൻ്റെ പിന്തുടർച്ചക്കാരായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് കർത്താവ് ഒരു വ്യക്തിയെ പുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കുക? എന്തു ക്വാളിറ്റിയാണ് ഒരു വ്യക്തിയിൽ പുരോഹിതനാകാൻ ഉണ്ടായിരിക്കേണ്ടത്? അതിനുള്ള ഉത്തരം മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിലേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. പുരോഹിതനാകുവാൻ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി ദൈവവിളി ലഭിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ കഴിവോ പ്രാപ്തിയോ കണ്ടുകൊണ്ടല്ല ഒരുവരെ പുരോഹിത സ്ഥാനത്തേക്ക് വിളിക്കുക, ദൈവത്തിന് അവനിൽ ഇഷ്ടമുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ നമ്മുടെ മുമ്പിലുള്ള എല്ലാ പുരോഹിതന്മാരും, നമ്മളെ ശുശ്രൂഷിക്കുന്ന എല്ലാ പുരോഹിതന്മാരും അൽമായനിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് അവൻ കടന്നു വന്നത് ദൈവത്തിൻ്റെ വിളിയിൽ അവൻ കാതു കൊടുത്തതുകൊണ്ടാണ്. ദൈവം അവന് ഇഷ്ടം തോന്നി അവനെ വിളിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ദൈവം വിളിച്ചതാണെന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരിൽ അനുഗ്രഹങ്ങളെ കൈപ്പറ്റുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.